വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നൊരു ടോപ്പിക്കാണ്. അതായത് ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഉണ്ടല്ലേ, ഡിഫറെൻറ്റ് ഓതേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫിലോസഫേഴ്സ് ഡിഫറെൻറ്റ് രീതിയിലുള്ള തിയറീസ് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട് മോട്ടിവേഷനിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കുറച്ച് തിയറീസ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ അടുത്തൊരു വീഡിയോയിലായിട്ട് അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നാമതായി വരുന്നത് മാക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ. അതായത് എന്താണ് മാക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ എന്നുള്ളത് നമുക്ക് നോക്കാം. തിയറി എക്സ് ആൻഡ് തിയറി വൈ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആളുകൾ, അതായത് തിയറി എക്സ് പ്രകാരമുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ തിയറി വൈ പ്രകാരമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകളെയൊക്കെ മാനേജേഴ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് തിയറി എക്സ് പ്രകാരമുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തിയറി വൈ പ്രകാരമുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മാനേജേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് തിയറി എക്സ്, അത് പ്രകാരമുള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ തിയറി എക്സ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ തിയറിയാണ് കേട്ടോ. അതായത് അതെന്തുകൊണ്ടാണെന്നുള്ളത് വരും പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ വർക്കേഴ്സ് ആർ പാസീവ് ആൻഡ് ഈവൻ റെസിസ്റ്റൻറ്റ് ടു ഓർഗനൈസേഷണൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ വർക്കേഴ്സ് പാസീവ് ആയിരിക്കും, അതായത് അവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് ബാക്കിൽ നിന്നൊരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ ഒരു പുഷ് വേണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. മീൻസ് പീപ്പിൾ മസ്റ്റ് ബി കോയേഴ്സ്ഡ് ഓർ കൺട്രോൾഡ്, ഡയറക്റ്റഡ് ആൻഡ് ത്രറ്റൻഡ് വിത്ത് പണിഷ്മെൻറ്റ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വർക്കർ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി എന്ത് ചെയ്യുള്ളൂ, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് ആവറേജ് ഹ്യൂമൻ ബീയിങ് പ്രിഫർ ടു ബി ഡയറക്റ്റഡ്. അതായത് ഇവിടുള്ള ആളുകൾ ഞാൻ പറഞ്ഞു പാസീവ് ആയിരിക്കും, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് ചിലപ്പം ചെയ്തുകൊള്ളണമെന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വരും, ഒരു ഡയറക്ഷൻ വേണ്ടി വരും അല്ലേ. അതായത് ബാക്കിൽ നിന്ന് ഒരാൾ ഡയറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ചിലപ്പം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ലിറ്റിൽ അംബീഷ്യസ് ആയിരിക്കും കേട്ടോ. അതായത് ഇവിടെയുള്ള ആളുകൾ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വന്ന് വർക്ക് ചെയ്യുക, അതിൻ്റെ സാലറി വാങ്ങിയിട്ട് പോകാന്നുള്ളതിനപ്പുറത്ത് കൂടുതൽ പേഴ്സണൽ ഗോളുകളോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളോ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. 6 സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് റിവാർഡ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് അവരുടെ ലൈഫ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്കണോമിക് റിവാർഡ് സാലറി കിട്ടാൻ വേണ്ടിയിട്ട്, അത്ര അവർ കേസിലുണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അംബീഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദെൻ സെൻട്രലൈസ്ഡ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു എംപ്ലോയീസ് ആണ് ആ ഒരു വർക്ക് ഫോഴ്സിലുള്ളത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലുള്ളത് എങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും, സെൻട്രലൈസ്ഡ് കൺട്രോൾ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ തന്നെ സൂപ്പർവിഷനും വേണ്ടി വരും. കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അതായത് അതുപോലെ തന്നെ ഓട്ടോക്രാറ്റിക് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഈസ് നീഡഡ്. അതായത് ഇത്തരത്തിലുള്ള എംപ്ലോയീസിൻ്റെ കേസിൽ, ഇത്തരത്തിലുള്ള ആളുകളുടെ കേസിൽ എന്ത് വേണം, ഒരു ഓട്ടോക്രാറ്റിക് ആയ ലീഡർഷിപ്പ് ആയിരിക്കും. മീൻസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ ഓട്ടോക്രാറ്റിക് ആയിട്ട് പെരുമാറേണ്ടി വരും, നിർദ്ദേശങ്ങൾ ഡയറക്റ്റ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കേണ്ടി വരും. അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഇവിടെ ഉണ്ടാവില്ല, കാരണം അവർ പാസീവായുള്ള എംപ്ലോയീസ് ആണ്, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മാനേജർക്ക് സ്വയം നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടി വരും, ഓട്ടോക്രാറ്റിക് ആയിട്ട് നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ഓട്ടോക്രാറ്റിക് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഈസ് നീഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് തിയറി എക്സ് പ്രകാരമുള്ള ആളുകൾ. അപ്പോൾ തിയറി എക്സ് പ്രകാരമുള്ള ആളുകൾ എന്തായിരിക്കും, അവർ പാസീവായിരിക്കും, പാസീവായിട്ട് ആക്റ്റീവായി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് വേണ്ടി വരും, ബാക്കിൽ നിന്നൊരു പുഷ് വേണ്ടി വരും, ഒരു മോട്ടിവേഷൻ വേണ്ടി വരും, ത്രറ്റൻ ചെയ്യേണ്ടി വരും, അവരെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും, സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ, ഈ രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ തിയറി വൈ. അതായത് തിയറി എക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെയുള്ള ആളുകൾ എന്തായിരിക്കും, ഇത് മോഡേൺ തിയറി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. തിയറി വൈ മോഡേൺ തിയറി ആയിരിക്കും. ഇവിടെയുള്ള ആളുകൾ ജോലി ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നത് പോലെയൊക്കെ തന്നെ അതുപോലെ തന്നെ താല്പര്യത്തോടെ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജോലി എന്നുള്ളത്. ആ രീതിയിലാണ് അവർ ജോലിയെ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതായത്
പീപ്പിൾ ഡു എക്സസൈസ് സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് ഡയറക്ഷൻ. അതായത് അവർക്കൊരു സെൽഫ് ഡയറക്ഷൻ ഉണ്ടാവും, സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും, അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർ റെഡിയാണ്. ഓക്കെ, ദെൻ അവർക്ക് അവരൊന്ന് ബാക്കിൽ മോട്ടിവേറ്റ് ചെയ്യേ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. അവർ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൂടുതൽ വർക്കുകൾ ചെയ്യുക, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ചെയ്ത് തീർക്കുക എന്നതിനപ്പുറത്ത് റെസ്പോൺസിബിലിറ്റി സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ എന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ജസ്റ്റ് അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുക കേട്ടോ. അതായത് ഇവിടെ വർക്കേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള മോട്ടിവേഷൻ കാര്യങ്ങളാണ് അവർക്ക് നൽകുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം മാഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ പ്രകാരം രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉണ്ടായിരിക്കാം. ഈ രണ്ട് തരത്തിലുള്ള ആളുകളെയും മാനേജേഴ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു തിയറിയിലേക്ക് നീങ്ങാം. രണ്ടാമത്തെ ഒരു തിയറി എന്ന് പറയുന്നത് 2 ഫാക്ടർ തിയറിയാണ്. അതായത് ഫ്രെഡറിക് ഹെസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി. നമ്മൾ തിയറീസ് പഠിക്കുമ്പോൾ ആ ഒരു പേര് വെച്ചിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അതായത് ഹെസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി, അല്ലെങ്കിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, അല്ലെങ്കിൽ മാഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ, തിയറി എക്സ് ആൻഡ് തിയറി വൈ. ആ രീതിയിൽ ആളുകളുടെ പേര് വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറക്കൂല. ആ രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനാണ് ആ രീതിയിൽ പഠിക്കണം എന്ന് പറയുന്നത്. ദെൻ ഇവിടെ അദ്ദേഹം പറയുന്നത്, ഫ്രെഡറിക് ഹെസ്ബർഗ് ആണത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രകാരം അദ്ദേഹം പറയുന്നത് ജോബിൽ സാറ്റിസ്ഫൈ ആക്കുകയും അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫൈ ആക്കുകയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പീപ്പിൾ ഹാവ് 2 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് നീഡ്സ് ആണ്. പീപ്പിളിൻ്റെ നീഡ്സിനെ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഇദ്ദേഹം, അതായത് ഫ്രെഡറിക് ഹെസ്ബർഗ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്, രണ്ടാമതായി വരുന്നത് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, എന്താണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഫാക്ടേഴ്സ് നമുക്കവിടെ ജോബിൽ ഉണ്ട് മീൻസ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സെക്യൂരിറ്റി, സ്റ്റാറ്റസ്, റിലേഷൻഷിപ്പ് വിത്ത് സബോർഡിനേറ്റ്സ്, സാലറി ഒരു ഹൈജീൻ ഫാക്ടറാണ് കേട്ടോ. പൊതുവെ എല്ലാവർക്കും മാറിപ്പോകുന്നൊരു കാര്യമാണ്. അത് മോട്ടിവേഷൻ ഫാക്ടർ ആണോ എന്നുള്ളത്, അതൊരു ഹൈജീൻ ഫാക്ടറാണ് സാലറി എന്നുള്ളത്. അതുപോലെ തന്നെ വർക്ക് കണ്ടീഷൻസ്, റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ വർക്ക് കൾച്ചറിൽ അവർക്ക് ഇത് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും, അവർ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും ആളുകൾ. അതായത് ഇത് ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അതായത് സാലറി ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിത്ത് സബോർഡിനേറ്റ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത്രത്തോളം മോട്ടിവേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ആ ഒരു വർക്ക് പ്ലേസിൽ ഇല്ലെങ്കിൽ എന്താവും, ആളുകൾ ഡിമോട്ടിവേറ്റഡ് ആവും, അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നീഡ് എന്ന് പറയുന്നത് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് പറഞ്ഞു, രണ്ടാമത് വരുന്നത് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അതിൽ എക്സാമ്പിൾസ് ആയി വരുന്നത് ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ജോബ് അഡ്വാൻസ്മെന്റ്, റെസ്പോൺസിബിലിറ്റി, ചലഞ്ചസ്, ഈ അച്ചീവ്മെന്റ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി നേരെ ഹൈജീൻ ഫാക്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഈ ഒരു ഫാക്ടേഴ്സ് അവരുടെ ജോബ് സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവരെന്താവും, ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ലഭിക്കുക എന്നുള്ളതൊക്കെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ അത് അവിടെ ഇല്ല എന്ന് കരുതി, മീൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതലില്ല, ചലഞ്ചസ് ഇല്ല, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ് ഇല്ല, ഇതൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എംപ്ലോയീസ് ഡിമോട്ടിവേറ്റ് ആവും ചെയ്യുകയില്ല. ഓക്കെ, അതായത് ഇത് ഉള്ളത് കൊണ്ട്, മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് ഇല്ലെങ്കിലോ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈ ആവുകയും ഇല്ല. ഓക്കെ, അതായത് ഹൈജീൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ, ഹൈജീൻ ഫാക്ടേഴ്സ് ഒരു വർക്ക് പ്ലേസിൽ ഇല്ലെങ്കിൽ എംപ്ലോയീസ് ഭയങ്കരമായിട്ട് ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, അതുണ്ട് എന്നുണ്ടെങ്കിൽ അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ അതിൽ നൽകുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ദെൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കും. അതില്ലെങ്കിൽ അത്രത്തോളം മോട്ടിവേഷന് കുറവും ഒന്നും ഉണ്ടാവില്ല, ഡിമോട്ടിവേറ്റഡ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് 2 ഫാക്ടർ, അതായത് ഹെസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു തിയറി നോക്കാം.
മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഇത് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി അല്ലേ. അദ്ദേഹം 5 ലെവലാക്കിയിട്ട് മനുഷ്യൻ്റെ നീഡ്സിനെ 5 ലെവലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അല്ലേ. ഇതൊക്കെ ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് ഒരു അറിയുന്നുണ്ടാവും അല്ലേ. അതായത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട, ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ, ഷെൽട്ടർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ഓക്കെ, എന്താണ് ഫുഡ്, വാട്ടർ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. ഈ ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ഒരു വ്യക്തി പിന്നെ അടുത്തൊരു നീഡിലേക്കാണ് പോകുന്നത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. ജോബ് സേഫ്റ്റി, ജോബ് സ്ഥലത്തുള്ള സേഫ്റ്റി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ലൈഫ് സെക്യൂരിറ്റി, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി സേഫ്റ്റികളൊക്കെ പിന്നെ ആ ഒരു മനുഷ്യൻ്റെ നീഡായിട്ട് മാറുന്നുള്ളതാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. ദെൻ ആ ഒരു നീഡും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി സോഷ്യൽ നീഡ്സിലേക്ക് പോകും. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി സർക്കിൾ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ അംഗമാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ പങ്കെടുക്കുക, ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക, മിങ്കിൾ ചെയ്യുക, ഇതൊക്കെയാണ് സോഷ്യൽ നീഡ്സിൽ വരുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ഒരു നീഡായിട്ട് പറയുന്നത്. ദെൻ 4th സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 3 നീഡ്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ആ ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കലി അടുത്ത സെൽഫ് എസ്റ്റീം എന്നുള്ളൊരു നീഡ്സിലേക്ക് പോകുന്നുള്ളതാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെൽഫ് കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിലൊരു പരിഗണന, സ്റ്റാറ്റസ്, ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ സെൽഫ് എസ്റ്റീമിൽ വരുന്ന നീഡ്സാണ് കേട്ടോ. അതായത് അച്ചീവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റസ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് സെൽഫ് എസ്റ്റീം നീഡ്സിൽ വരുന്നത്. ദെൻ അവസാനമായിട്ട് ഈ ഒരു 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് ഒരു മനുഷ്യന് ഉണ്ടാവുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അതായത് ഒരു മനുഷ്യന് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത്, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടി. ദെൻ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു വീടുണ്ട്, അത് നമ്മളൊരു നീഡാണ് അല്ലേ. അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതൊരു വീട്, മൂന്നാമതൊരു വീട് എന്ന് പറയുമല്ലോ, അതിനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ബൈക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു നീഡാണ്. ദെൻ രണ്ടാമതൊരു ബൈക്ക് വേണം, മൂന്നാമതൊരു ബൈക്ക് അല്ലെങ്കിൽ ഒരു നാലാമതൊരു കാറ് എന്നൊക്കെ പറയുന്നത് അത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്രഹാം മാസ്ലോ പറയുന്നത് ഈ 5 നീഡ്സും എങ്ങനെയാണ് ഓരോന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. അതായത് സ്റ്റെപ്പായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ആദ്യം ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും ഫിസിയോളജിക്കൽ നീഡ്സ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ അടുത്ത സേഫ്റ്റി നീഡിലേക്ക് ഒരു മനുഷ്യന് പോകാൻ കഴിയും എന്നുള്ളതാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. അതിനുശേഷം സോഷ്യൽ നീഡ്സിൽ, അതിനുശേഷം സെൽഫ് എസ്റ്റീം, അതിനുശേഷം സെൽഫ് ആക്ച്വലൈസേഷൻ, ആ ഒരു രീതിയിലാണ് നീഡ്സ് പോകുന്നത് എന്നുള്ളതാണ് അബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നീഡ്സിനെ നമുക്ക് ഒരു രീതിയിലൂടെ നമുക്ക് തന്നെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഈ 4ഉം നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താണ് ഡെഫിഷ്യൻസി നീഡ്സ്? എന്താണ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നികത്താൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ ആയ നീഡ്സ് അയാൾക്ക് വേണം, അതുപോലെ തന്നെ സേഫ്റ്റി നീഡ്സ് വേണം, സോഷ്യൽ നീഡ്സ് വേണം, ഇതൊക്കെ സെൽഫ് എസ്റ്റീം നീഡ്സ്, ഇതൊക്കെ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡെഫിഷ്യൻസി ഇല്ലാത്തൊരു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് നീഡാണെന്നാണ് പറയുന്നത്. അതായത് ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ നേടിക്കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുകൾക്ക് ഒരു ഗ്രോത്ത് എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു രീതിയിലൊരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അടുത്തൊരു തിയറിയിലേക്ക് പോവാം. ERG തിയറി, അതായത് ക്ലേട്ടൺ ആൽഡഫറുടെ ERG തിയറി. നമുക്ക് ആ പേര് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ആൽഡഫേഴ്സ് ERG തിയറി കേട്ടോ, ആ രീതിയിൽ ആൽഡഫേഴ്സ് ERG തിയറി. അപ്പം ഇത് പ്രകാരം ഇതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അബ്രഹാം മാസ്ലോയുടെ 5 ലെവൽ ഓഫ് ഹൈറാർക്കി ഉണ്ടല്ലോ, അതിനൊരു 3 ലെവലിലേക്കാക്കി ചുരുക്കിയിട്ട് സെയിം കാര്യത്തെ ആ ഒരു രീതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത മീൻസ് ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, മാസ്ലോ പറയുന്നത് ഓരോ നീഡ്സും ഫസ്റ്റ് ബേസിക് നീഡ്സ്, ദെൻ അടുത്ത നീഡ്, ദെൻ അടുത്ത, ആ ഒരു സ്റ്റെപ്പായിട്ട് അങ്ങനെ നീഡ്സ് അച്ചീവ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്.
പക്ഷേ ഈ ആൾഡെഫർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നീഡും ഏത് സമയത്തും ആൾക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ഒരു സെൽഫ് എസ്റ്റീം നീഡ്സ് ആണെങ്കിൽ ആദ്യം അച്ചീവ് ചെയ്യാം, അതിനുശേഷം ഫിസിയോളജിക്കൽ നീഡ്സിലേക്ക് വരാം. അതുകൊണ്ട് സൈമൾട്ടേനിയസ്ലി ഏത് സമയത്തും ഏത് നീഡും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ERG തിയറിയിൽ ആൾഡെഫർ പറയുന്നത് കേട്ടോ. അപ്പോൾ ബേസ്ഡ് ഓൺ it is based on Maslow's need hierarchy model, then 5 level into a 3 level hierarchy. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 5 ലെവൽ ഒരു 3 ലെവൽ ഹൈറാർക്കിയിലേക്ക് അദ്ദേഹം ചുരുക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഫ്രസ്ട്രേഷൻ റിഗ്രഷൻ പ്രിൻസിപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലഫറാണ് കേട്ടോ. എന്താണ് ഈ ഫ്രസ്ട്രേഷൻ റിഗ്രഷൻ പ്രിൻസിപ്പിൾ? അതായത് ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ സെൽഫ് എസ്റ്റീം വരെയുള്ള അദ്ദേഹത്തിൻ്റെ നീഡ്സ് അദ്ദേഹം സാധൂകരിച്ചു, അദ്ദേഹം അച്ചീവ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ്ലി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ആൾക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല. അങ്ങനെ എത്താൻ കഴിയാത്ത സമയത്ത് ആൾക്ക് എന്തുണ്ടാവും? ഫ്രസ്ട്രേഷൻ വരും, റിഗ്രഷൻ വരും. ആ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെയാണ്, ആ ഒരു കാര്യത്തെയാണ് അല്ലഫർ ഫ്രസ്ട്രേഷൻ റിഗ്രഷൻ പ്രിൻസിപ്പിൾ എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ദെൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ERG തിയറിയിൽ ERG ഇത് മൂന്നും ഓരോ ടേംസ് ആണ് കേട്ടോ. E എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ്, R റിലേറ്റഡ്നെസ്, G എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സിസ്റ്റൻസ് നീഡിൽ വരുന്ന കാര്യങ്ങൾ അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കിയിലെ ആദ്യത്തെ 2 കാര്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ്സ് ആൻഡ് സേഫ്റ്റി നീഡ്സ്. ഓക്കെ, ദെൻ റിലേറ്റഡ്നെസ്സിൽ വരുന്നത് സോഷ്യൽ നീഡ്സ് ആൻഡ് എക്സ്റ്റേണൽ പാർട്ട് ഓഫ് സെൽഫ് എസ്റ്റീം നീഡ്സ്. ദെൻ ഗ്രോത്തിൽ വരുന്നത് ഇന്റേണൽ പാർട്ട് ഓഫ് സെൽഫ് എസ്റ്റീം നീഡ്സും അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സും. ഓക്കെ, ഈ ഒരു കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ 4 തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാക്ഗ്രിഗേഴ്സ് തിയറി X and Y ആണ്. ദെൻ നമ്മൾ 2 ഫാക്ടർ തിയറി, അതായത് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ അബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി ഓഫ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആൾഡെഫറുടെ ERG തിയറിയാണ്. ഓക്കെ, ബാക്കിയുള്ള തിയറീസ് നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.